PSC Mathematics 6th Semester Linear Algebra ഫസ്റ്റ് ചാപ്റ്റർ ഓൾജിബ്ര ഓഫ് മെട്രീസസ്. ഇതിനകത്ത് ആദ്യമേ ഒരു മെട്രിക്സിൻ്റെ സൈസ് എന്താണ്, M/N. M എന്ന് പറയുന്നത് അതിനകത്ത് എത്ര റോ ഉണ്ട്, N എന്ന് വെച്ചാൽ അതിനകത്ത് എത്ര കോളമുണ്ട്. ഇനി അതിനകത്ത് എലമെൻസിനെ നമ്മൾ AIJ എന്ന് ഡിനോട്ട് ചെയ്താൽ I എന്നത് റോയെയും J എന്നത് കോളത്തിനെ ഡിനോട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ith റോയും jth കോളത്തിലും വരുന്ന എലമെൻ്റ് ആണ് AIJ എന്ന് പറയുന്നത്. ഇനി നമുക്ക് XIJ എന്ന് പറഞ്ഞിട്ട് വാല്യൂ തന്ന I⁻J എന്നോ I⁻J എന്നോ തന്നു കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ എല്ലാ എലമെൻറ്റും എഴുതാൻ സാധിക്കും. അങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്, അത് ചെയ്ത് പഠിക്കണം. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം. അതിൻ്റെ നമ്പർ ഓഫ് റോസ് രണ്ട് മെട്രിക്സിൻ്റെ സെയിം ആയിരിക്കണം, നമ്പർ ഓഫ് കോളംസ് രണ്ട് മെട്രിക്സിൻ്റെ സെയിം ആയിരിക്കണം. ഇനി രണ്ട് മെട്രിക്സിൻ്റെ സം എഴുതണമെങ്കിൽ രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ അല്ലെങ്കിൽ സൈസ് സെയിം ആയിരിക്കണം, എങ്കിൽ മാത്രമേ സം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്താൽ മതി. അതേ ഐഡിയ തന്നെയാണ് ഡിഫറൻസിനും ഉള്ളത്. ഇനി മെട്രിക്സിൻ്റെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. അതിൻ്റെ പ്രൂഫ് എഴുതി പഠിച്ചോണം. ഇനി അവിടെ ഐഡൻറ്റിറ്റിയും ഇൻവേഴ്സും ഉണ്ട്, അത് യുണീക്ക് ആയിരിക്കും. ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താ, നമുക്കൊരു മെട്രിക്സ് M കണ്ടുപിടിക്കാൻ സാധിക്കും സച്ച് ദാറ്റ് A+M = A. ആ M എന്ന് പറയുന്നത് സീറോ മെട്രിക്സ് ആയിരിക്കും. അതിൻ്റെ ഓർഡർ എല്ലാം മൂന്ന് മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആണ്. എന്ന് വെച്ചാൽ എയുടെ ഓർഡർ എന്താണോ, അതായത് എയുടെ സൈസ് എന്താണോ അത് തന്നെയാണ് എമ്മിൻ്റെ സൈസ്. അതേപോലെ തന്നെ നമ്മൾ പറയും A+B = 0 കിട്ടുന്ന ഒരു B എന്ന് പറയുന്ന ഒരു യുണീക്ക് മെട്രിക്സ് കാണും. ഒരു A എന്ന് പറഞ്ഞ ഒരു M/N മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ B എന്ന് പറഞ്ഞ ഒരു യുണീക്ക് M/N മെട്രിക്സ് കണ്ടുപിടിക്കാൻ സാധിക്കും സച്ച് ദാറ്റ് A+B = 0. അപ്പം B എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് A ആണ്. അതിനെ -A എന്ന് ഡിനോട്ട് ചെയ്യും. പിന്നെ ഒരു മെട്രിക്സിനെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ A എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് അതിനെ ലാംഡായ കൊണ്ട് ഇൻറ്റു ചെയ്താൽ ലാംഡa എന്ന് ഡിനോട്ട് ചെയ്യും. അതായത് ഓരോ എലമെൻറ്റിനെ ലാംഡായ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. പിന്നെ അതിനകത്ത് തിയറം ഉണ്ട്. തിയറം പറയുന്നത് എയും ബി രണ്ട് M/N മെട്രിക്സ് ആണ്. ലാംഡയും മ്യൂവും രണ്ട് സ്കെയിലേഴ്സ് ആണെങ്കിൽ ലാംഡ × A+B എന്ന് പറയുന്നത് ലാംഡa + ലാംഡa_b. അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫും അത് പഠിക്കണം. മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ +2 പഠിക്കുന്ന ആ രീതിയിൽ ചെയ്ത് പഠിച്ചോണം. റോയും കോളോ അങ്ങനെ ചെയ്യുന്ന മെത്തേഡ് അത് സിഗ്മ നൊട്ടേഷനായിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. അതായത് AB-യുടെ ijth എലമെൻ്റ് എന്ന് വെച്ചാൽ സിഗ്മ k = 1 to n AIK BKJ എന്നാണ് അത് ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ നൊട്ടേഷൻ വെച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, പക്ഷേ അസോസിയേറ്റീവ് ആണ്. അപ്പോൾ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണെങ്കിൽ, അത് ചെയ്യണമെങ്കിൽ A × B ചെയ്യണമെങ്കിൽ എയുടെ കോളത്തിൻ്റെ എണ്ണവും ബിയുടെ റോയുടെ എണ്ണവും സെയിം ആയിരിക്കണം, എങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. അതായത് A × BC എന്ന് പറയുന്നത് AB × C ആയിരിക്കും, പക്ഷേ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് അല്ല എങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിക്കണം. A എന്ന് പറഞ്ഞ മെട്രിക്സ് 0 1 0 0, B എന്ന് പറഞ്ഞ മെട്രിക്സ് 1 0 0 0. AB ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും, പക്ഷെ BA ചെയ്യുമ്പോൾ A തന്നെ കിട്ടും. അപ്പോൾ അത് സെയിം അല്ല. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി A × B+C എന്ന് വെച്ചാൽ AB + AC ആണ്. ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് നമുക്ക് പറയാം. ഇനിയും പറയുന്നത് ഒരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, അതിൻ്റെ റോസിൻ്റെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും സെയിം ആയിരിക്കണം. ഇനി there is a unique square matrix M such that AM = A = M. ഒരു മെട്രിക്സ് A തന്നു കഴിഞ്ഞാൽ യുണീക്കായിട്ട് M കണ്ടുപിടിക്കാൻ സാധിക്കും, AM = A = M. അതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൂഫിനകത്ത് നമ്മൾ ക്രോണക്കർ സിംബൽ ഉണ്ട്. ക്രോണക്കർ സിംബൽ എന്ന് വെച്ചാൽ ΔIJ എന്ന് വെച്ചാൽ ഐയും ജെയും സെയിം ആണെങ്കിൽ 1, അല്ലാത്തപ്പോൾ എല്ലാം 0. ഇനി സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം 0.
പിന്നെ രണ്ട് മെട്രിക്സ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് വെച്ചാൽ എ ബി ഈക്വൽ ടു ബി എ ആവണം. നോർമലി അത് സെയിം ആകണമെന്നില്ല. നമ്മൾ മുമ്പ് പറഞ്ഞത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്നില്ല. ഇനിയും ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താണ്? റോ മാറ്റി കോളം ആക്കുന്നു, കോളം മാറ്റി റോ ആക്കുന്നു. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം. സിമെട്രിക്ക്, സ്ക്യൂ സിമെട്രിക്ക് നമ്മൾ പ്ലസ് ടുവിന് പഠിച്ചിട്ടുണ്ട്. ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും സെയിം ആണെങ്കിൽ സിമെട്രിക്ക്, ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും എന്ന് പറയുന്നത് ഒന്ന് മറ്റേതിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക് എന്ന് പറയും. ഇനി ഏതൊരു മെട്രിക്സിനെ നമുക്ക് സിമെട്രിക്കിൻ്റെ സ്ക്യൂ സിമെട്രിക്കിൻ്റെ സമ്മായിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ ഏതൊരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ഏ തന്നാലും എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആയിരിക്കും, എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അത് ഓർത്തോണം. അത്രയൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്റർ മെയിനായിട്ടുള്ള. നിൽപൊട്ടൻ്റ്, യൂണിപൊട്ടൻ്റ് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പഠിക്കണം. എ എന്ന് പറഞ്ഞ മെട്രിക്സ് നിൽപൊട്ടൻ്റ് എന്ന് പറയുന്നത് എ റൈസ് ടു പി ഈസ് ഇക്വൽ ടു 0 ഫോർ സം പോസിറ്റീവ് ഇൻറ്റിജർ പി ആൻഡ് എ ഈസ് കോൾഡ് യൂണിപൊട്ടൻ്റ് ഇഫ് ഐ മൈനസ് എ ഈസ് നിൽപൊട്ടൻ്റ്. ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് സം ആപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് ആണ്. ഇതിനകത്ത് ആദ്യമേ ജോമെട്രി ഉപയോഗിച്ച്, അതായത് റൊട്ടേഷൻ്റെ കാര്യമൊക്കെ. ഇപ്പോൾ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താണ്? എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു ഐ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ. അപ്പോൾ എ എന്ന് പറയുന്നത് ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയും. പിന്നെ റൊട്ടേഷൻ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. പിന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, ഹോമോജീനിയസ്, നോൺ ഹോമോജീനിയസ്. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ മെട്രിക്സ് ഫോമിലോട്ട് ആക്കാം. എ എക്സ് ഇസിക്കൽ ടു ബി. അപ്പോൾ ഈക്വൽ ടു എല്ലാം 0 ആണെങ്കിൽ ഹോമോജീനിയസ്, ഒരെണ്ണമെങ്കിൽ നോൺ 0 വന്ന നോൺ ഹോമോജീനിയസ്. ഇപ്പോൾ നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ നമ്മൾ ഓഗ്മെൻ്റ് മെട്രിക്സ് വെച്ച്, ഓഗ്മെൻ്റ് മെട്രിക്സ് എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ റൈറ്റിൽ ബി എന്ന് പറഞ്ഞ ആ കോളം മെട്രിക്സ് കൂടെ ജോയിൻ ചെയ്ത് ചെയ്യുന്നതിനാണ് ഓഗ്മെൻ്റ് മെട്രിക്സ് എന്നൊക്കെ. അതാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ചാപ്റ്റർ 3 സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ മെയിനായിട്ടുള്ള 3 റോ ഓപ്പറേഷൻ അല്ലെങ്കിൽ കോളം ഓപ്പറേഷൻ എന്താണ്? 2 റോസ് ഇൻ്റർചേഞ്ച് ചെയ്യുക, പിന്നെന്താ, ഒരു റോയെ മൊത്തത്തിൽ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത എന്തോ ഒരു റോയുടെ കൂടെ വേറെ റോയുടെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആഡ് ചെയ്യുക. ഇതേപോലെ തന്നെ ഒരു ഇക്വേഷൻ തന്നാലും interchanging 2 equations, multiplying an equation by a non-zero scalar, forming a new equation by adding one equation to another. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഒരു മെട്രിക്സും ഇക്വേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടും. ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ മെട്രിക്സ് ആക്കാം, മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ആക്കാം. അപ്പോൾ ഇതേ പ്രോപ്പർട്ടി നമുക്ക് പറയാം. ഇപ്പോൾ റോയുടെയും കോളത്തിൻ്റെയും കേസിൽ ഇതേപോലെ നമുക്ക് പറയാൻ സാധിക്കും. എലമെൻ്ററി റോ ഓപ്പറേഷനാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഇതേ ഐഡിയ തന്നെ എലമെൻ്ററി കോളം ട്രാൻസ്ഫോർമേഷനും നമുക്ക് പറയാം. ഇനി ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ തൊട്ട് നമുക്ക് ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും തന്നു കഴിഞ്ഞാൽ 2 രീതി ചെയ്യാം. ഇനി എലമെൻ്ററി മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താ? ഐഡൻറ്റിറ്റി മെട്രിക്സിന് ഏതെങ്കിലും ഒരു റോ ഓപ്പറേഷൻ നടത്തി കിട്ടുന്ന പുതിയ മെട്രിക്സിനെയാണ് എലമെൻ്ററി മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എലമെൻ്ററി മെട്രിക്സിൻ്റെയും നമുക്ക് സാധാരണ മെട്രിക്സിൻ്റെ എല്ലാം റാങ്ക് സെയിം ആണ്. അതൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. പിന്നെ റോ എക്വലോൺ ഫോം ഉണ്ട്. റോ എക്വലോൺ ഫോം എന്ന് വെച്ചാൽ നമ്മൾ താഴോട്ടുള്ള എല്ലാം 0, ബാക്കി മേളിൽ മാത്രം നോൺ 0 നമ്പേഴ്സ് വരുന്ന രീതിയിൽ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. പിന്നെ ഗോഷ്യൻ എലിമിനേഷൻ ഉണ്ട്. അതായത് നമ്മൾ ആദ്യത്തെ ഒരു റോയിലെ ആദ്യത്തെ എലമെൻറ്റ് നോൺ 0, അതിൻ്റെ താഴോട്ടുള്ള എല്ലാം 0, എന്നിട്ട് അടുത്ത റോയിൽ പോയി അടുത്ത റോയിലെ രണ്ടാമത്തെ എലമെൻറ്റ് നോൺ 0, താഴോട്ടുള്ളത് 0, അങ്ങനെ ആക്കുന്ന പ്രോസസ്സാണ് ഗോഷ്യൻ എലിമിനേഷൻ എന്ന് പറയുന്നത്. റെഡ്യൂസ്ഡ് റോ എക്വലോൺ മെട്രിക്സിനെയാണ് ഹെർമൈറ്റ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിക്കണം. പിന്നെ ലീനിയർ കോമ്പിനേഷന്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഡെഫിനിഷൻ, x1 x2 എക്സെട്ര xp. നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് സ്കെയിലാർസ് λ1 λ2 എക്സെട്ര λp such that λ1 x1 plus λ2 x2 plus etc plus λp xp is equal to 0 implies all λ1 λ2 etc λp are 0.
ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ വന്നാൽ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്ന് പറയും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ റോയോ കോളമോ സീറോ ആകത്തില്ല, അത് ഓർത്തോണം. The rows of a matrix are linearly dependent if and only if one can be obtained from the other by means of elementary row transformation. ഇനി റോ റാങ്ക്, കോളം റാങ്ക്. റോ റാങ്ക് എന്ന് വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഇൻ ദ മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ എന്നിന് റാങ്ക് n ആയിരിക്കും. സീറോ മെട്രിക്സിൻ്റെ റാങ്ക് 0 ആയിരിക്കും. എലമെൻ്ററി റോ ഓപ്പറേഷന് ഒരിക്കലും റാങ്കിനെ അഫക്റ്റ് ചെയ്യത്തില്ല. A matrix B is said to be row equivalent to a matrix A if B can be obtained from A by means of finite sequence of elementary row transformation. Every non-zero matrix can be reduced by means of elementary row operations to a unique Hermite matrix. The row rank of a matrix is the number of non-zero rows in any row equivalent form of the matrix. പിന്നെ റോ റാങ്കും കോളം റാങ്കും ആർ ഇൻവേരിയൻറ്റ്. ഒരു മെട്രിക്സിൻ്റെ റോ റാങ്കും കോളം റാങ്കും സെയിം ആയിരിക്കും. കോളം റാങ്ക് എന്ന് വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളമാണ്. ഇനി ഒരു മെട്രിക്സിൻ്റെ അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ റാങ്ക് എപ്പോഴും സെയിം ആയിരിക്കും. രണ്ട് മെട്രിക്സസ് ഈക്വലൻറ്റ് ഈഫ് ആൻഡ് ഓൺലി ദേ ഹാവ് സെയിം റാങ്ക്. ഇനി ഓർക്കേണ്ടുന്ന കാര്യം, എ എന്ന് പറഞ്ഞ ഒരു m/n മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ AX = 0യ്ക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഈഫ് ആൻഡ് ഓൺലി ഇഫ് റാങ്ക് ഓഫ് എ ലെസ് ദാൻ n. നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എല്ലാ വേരിയബിളും =0 അല്ലാതെ വരുന്നതാണ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഇനി നോൺ ഹോമോജീനിയസ് സിസ്റ്റം AX = B ഹാസ് എ സൊല്യൂഷൻ ഈഫ് ആൻഡ് ഓൺലി റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB. ഇനി ഒരു സിസ്റ്റം കൺസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ അതിന് സൊല്യൂഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ഒന്നുകിൽ യൂണിക് ആയിരിക്കും അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിരിക്കും. ഇനി സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല എങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയും. അത് പ്രോബ്ലംസ് കൂടുതൽ ചെയ്യണം, എന്നാലേ അത് മനസ്സിലാക്കും. ഇനി എ എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആണ്. അതിന് ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് എയുടെ ലെഫ്റ്റ് ഇൻവേഴ്സ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ് XA = I. ഇനി റൈറ്റ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തുവാ AX = I ആകുമ്പോൾ. ഓക്കെ, അപ്പം ലെഫ്റ്റ് ഇൻവേഴ്സും റൈറ്റ് ഇൻവേഴ്സും സെയിം ആകുമ്പോൾ നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയുന്നു. ഇനി എ എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആണെങ്കിൽ എയ്ക്ക് റൈറ്റ് ഇൻവേഴ്സ് കാണും ഈഫ് ആൻഡ് ഓൺലി ഇഫ് എയുടെ റാങ്ക് m. ഇനി എയ്ക്ക് ലെഫ്റ്റ് ഇൻവേഴ്സ് കാണും ഈഫ് ആൻഡ് ഓൺലി ഇഫ് എയുടെ റാങ്ക് n. ഇനി ഒരു തിയറം ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു n/n സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എയ്ക്ക് ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ റൈറ്റ് ഇൻവേഴ്സ് കാണും. ഇക്വലൻ്റ് കണ്ടീഷൻസ് ആണ്. എയുടെ റാങ്ക് n ആയിരിക്കും. എയുടെ ഹെർമീഷ്യൻ ഫോം എന്ന് വെച്ചാൽ IN ആവും. എ എന്ന് പറയുന്നത് എലമെൻ്ററി മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. അത് ഇമ്പോർട്ടൻ്റ് ഒരു തിയറമാണ്. അത് പ്രൂഫ് ചോദിക്കുക, എസ്ഐക്ക് ചോദിക്കുക. ഇനി എ എന്ന് പറഞ്ഞ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയും. ഇനി എയും ബിയും രണ്ട് n/n മെട്രിക്സുകളാണ്. എയും ബിയും ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എ ബിയും, അതായത് അതിൻ്റെ പ്രോഡക്റ്റും ഇൻവേർട്ടിബിൾ ആയിരിക്കും. എ ബിയുടെ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിരിക്കും. ഇനി എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസും ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതായത് എ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എ ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും. മുമ്പ് ഓർത്തോഗണൽ നമ്മൾ കണ്ടു, എ ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടും. ചാപ്റ്റർ 5 വെക്ടർ സ്പേസസ് ആണ്. വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. വെക്ടർ സ്പേസിനെ ക്യാപിറ്റൽ V എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതൊരു സെറ്റാണ്. അവിടെ രണ്ട് ഓപ്പറേഷനുണ്ട്. ഒന്ന് അഡീഷനും മറ്റേത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും. 8 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യും. V1 V2 എക്സെട്ര V8. ഓരോന്ന് പറയാം. ഒന്നാമത്തത് കമ്മ്യൂട്ടേറ്റീവ്, അതായത് x+y = y+x ഫോർ ഓൾ xy എലമെൻറ്റ് ഓഫ് V. രണ്ടാമത്തത് അസോസിയേറ്റീവ്, അതായത് x+y + z = x+y+z ഫോർ ഓൾ y xy z എലമെൻറ്റ് ഓഫ് V. മൂന്നാമത്തത്
existence of identity. അതായത് there exists an element 0 in V such that x plus 0 is equal to x for every x element of V. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് existence of inverse. For every x element of V, there exists minus x element of V such that x plus minus x is equal to 0. ആ നാലെണ്ണം എന്താണ്? അഡീഷൻ്റെ കാര്യമാണ്. അപ്പം നോക്കി ആ നാലെണ്ണം വെച്ച് നമുക്ക് എന്താ ഈ വി അണ്ടർ അഡീഷൻ എന്ന് പറയുന്ന അപ്പീലിംഗ് ഗ്രൂപ്പാന്ന് പറയാം. കാരണം കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഐഡൻറ്റിറ്റി, ഇൻവേഴ്സ് വന്നു. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് വൈയെ നമുക്ക് ലാംഡ എക്സ് പ്ലസ് ലാംഡ വൈ എന്ന് പറയാം. ഫോർ ഓൾ എക്സ് വൈ എലമെൻറ്റ് ഓഫ് വി ആൻഡ് സ്കെയിലർ ലാംഡ. ഇനി ലാംഡ പ്ലസ് മ്യൂ ഓഫ് എക്സിനെ നമുക്ക് ലാംഡ എക്സ് പ്ലസ് മ്യൂ എക്സ് എന്ന് എഴുതാം. അത് കഴിഞ്ഞുള്ള പ്രോപ്പർട്ടി ലാംഡ മ്യൂ ഓഫ് എക്സിനെ നമുക്ക് ലാംഡ ഓഫ് മ്യൂ എക്സ് എന്ന് പറയാം. അടുത്ത എട്ടാമത്തെ പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ്, 1 ഇൻറ്റു എക്സിനെ എക്സ് ഫോർ എവരി എക്സ് എന്ന് പറയാം. ഇനി സ്കെയിലാസ് എല്ലാം റിയൽ നമ്പർ ആണെങ്കിൽ നമ്മൾ ഇതിനെ റിയൽ വെക്ടർ സ്പേസ് എന്നും, കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് സ്കെയിലാസ് എടുക്കുകയാണെങ്കിൽ കോംപ്ലക്സ് വെക്ടർ സ്പേസ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് വി അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പാണ്. ഫീൽഡ് ഓഫ് സ്കെയിലാറിനെ നമ്മൾ ക്യാപിറ്റൽ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതിൻ്റെ പ്രോപ്പർട്ടീസാണ് V5 തൊട്ട് V8 വരെ. ഇനി M/N മെട്രിക്സുകൾ ഓവർ റിയൽ എൻട്രീസ് അതെന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആവും അണ്ടർ അഡീഷൻ ഓഫ് മെട്രിക്സസ് ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ കുറേ എക്സാമ്പിൾസ് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. പോളിനോമിയൽസിൻ്റെ കാര്യം, ഫങ്ഷൻസിൻ്റെ കാര്യം. പോളിനോമിയൽസിൻ്റെ കാര്യമൊക്കെ ഓർത്തോണം. ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആകുമ്പോഴാണ് വെക്ടർ സ്പേസ്, അല്ലാതെ ഈക്വൽ ടു n ആവുന്ന രീതിയിൽ വെക്ടർ സ്പേസ് ആകണമെന്നില്ല. തിയറം ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ 0 ഇൻറ്റു എക്സ് 0, ലാംഡ ഇൻറ്റു 0 ഇസ് ഇക്വൽ ടു 0, ലാംഡ എക്സ് ഇസ് ഇക്വൽ ടു 0 ആണെങ്കിൽ ഒന്നുകിൽ ലാംഡ 0 അല്ലെങ്കിൽ എക്സ് 0. പിന്നെ മൈനസ് ലാംഡ ഓഫ് എക്സിനെ നമുക്ക് മൈനസ് ഓഫ് ലാംഡ എക്സ്, അങ്ങനെ 4 ഇതുണ്ട്. അത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചെയ്യാൻ ചോദിക്കും, അത് പഠിച്ചോണം. പിന്നെ ഒരു വെക്ടർ സ്പേസ് അതിൻ്റെ തന്നെ സബ് സ്പേസ് ആയിരിക്കും. അപ്പോൾ സബ് സ്പേസ് എന്ന് വെച്ചാൽ എന്തോ, വി ഒരു വെക്ടർ സ്പേസ് ഓവർ ഫീൽഡ് എഫ് ആണ്. അതിൻ്റെ സബ് സ്പേസ് ഡബ്ല്യു പറയണമെങ്കിൽ വിയുടെക്കകത്ത് ഏത് ഓപ്പറേഷനാണോ അത് തന്നെ ഡബ്ല്യുവിനകത്തും ക്ലോസ്ഡ് ആയിരിക്കണം. അതേപോലെ തന്നെ രണ്ട് പ്രോപ്പർട്ടി വേണം. ഡബ്ല്യുവിനകത്ത് ഏത് രണ്ട് എലമെൻറ്റ് എക്സും വൈ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ് ഡബ്ല്യു കാണണം, പിന്നെ സ്കെയിലാർ പ്രോഡക്റ്റും ഡബ്ല്യു കാണും. അങ്ങനെ ആകുമ്പം ഡബ്ല്യു വിയുടെ സബ് സ്പേസ് ആണെന്ന് പറയും. ഇനി ഒരു വെക്ടർ സ്പേസ് അതിൻ്റെ തന്നെ സബ് സ്പേസ് ആയിരിക്കും. അതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് സബ് സ്പേസ്. ഇനി സിംഗിൾട്ടൺ സബ്സെറ്റ് അതൊരു സബ് സ്പേസ് ആയിരിക്കും, അതാണ് സ്മോളസ്റ്റ് സബ് സ്പേസ്. ഇനി ആർ ഈസ് എ സബ് സ്പേസ് ഓവർ സി. ഓക്കെ, അങ്ങനെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇനി ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ട്. N/N മെട്രിക്സ് ഒരു ലോവർ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഡയഗണലിൻ്റെ അപ്പുറമായിട്ട് വരുന്ന എല്ലാ എലമെൻറ്റും 0. ഇനി നേരെ തിരിച്ചാകുമ്പോൾ താഴോട്ടുള്ള എല്ലാം 0 ആകുമ്പോഴാണ് അപ്പർ ട്രയാങ്കിൾ. ഒരു മെട്രിക്സ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഒന്നുകിൽ അപ്പർ ട്രയാങ്കിൾ ആയിരിക്കും അല്ലെങ്കിൽ ലോവർ ട്രയാങ്കിൾ ആയിരിക്കും. ഇനി രണ്ട് സബ് സ്പേസിൻ്റെ ഇൻ്റർസെക്ഷൻ എപ്പോഴും സബ് സ്പേസ് ആയിരിക്കും. അത് പ്രൂഫ് എളുപ്പമാണ്, അത് പഠിച്ചോണം. എന്നാൽ യൂണിയൻ, അതിൻ്റെ യൂണിയന് സബ് സ്പേസ് ആകണമെന്നില്ല, പക്ഷേ ആകും എപ്പോഴാണ്, ഒന്ന് മറ്റേതിൻ്റെ സബ് സ്പേസ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എഴുതാം. പിന്നെ ലീനിയർ കോമ്പിനേഷനൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, അതാണ് സ്പാനിങ് സെറ്റ്. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സ്പാനും രണ്ടും കൂടെ ആകുമ്പോഴാണ് നമ്മളതിനെ ബേസിസ് എന്ന് വിളിക്കുന്നത്. ഇനി 0 കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സെറ്റ് ഒരിക്കലും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആവത്തില്ല. അപ്പം ലീനിയർലി ഇൻഡിപെൻഡൻറ്റിനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ 0യെ നമുക്ക് ഒരു രീതി മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ട്രിവിയൽ കോമ്പിനേഷനായിട്ട്, ട്രിവിയൽ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ സാധിക്കും. 0യെ വേറെ ഏതെങ്കിലും രീതി എഴുതാൻ സാധിച്ചാൽ അത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ആണെന്ന് പറയാം. പിന്നെ ബേസിസിൻ്റെ കാര്യം പറഞ്ഞു, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സ്പാനും ആകുമ്പോൾ. ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് നാച്ചുറൽ ഓർ കനോണിക്കൽ ബേസിസിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഒരു ടോപ്ലിസ് മെട്രിക്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു N/N മെട്രിക്സിൻ്റെ എല്ലാ ഡയഗണൽ മെട്രിക്സും സെയിം ആണെങ്കിൽ ടോപ്ലിസ് മെട്രിക്സ് എന്ന് പറയും. ടോപ്ലിസ് മെട്രിക്സ് ഒരു സബ് സ്പേസ് ആകും ഏതിൻ്റെ, സെറ്റ് ഓഫ് ഓൾ N/N മെട്രിക്സസ് ഓവർ റിയൽ എൻട്രീസ്. A non-empty subset S
of a vector space V is a basis if and only if every element of V can be expressed in a unique way as a linear combination. യൂണീക്ക് ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ സാധിച്ചാൽ അത് ബേസ് ആണ് പറയാം. ഇനി ബേസിസ് ഇൻഫിനിറ്റ് ആകാം, ഫൈനൈറ്റ് ആകാം. ഇനി ഫൈനൈറ്റ് ബേസിസ് ആണെങ്കിൽ ഒരു വെക്ടർ സ്പേസിന് ഒന്നിൽ കൂടുതൽ ബേസിസ് വരാം. അത് ഫൈനൈറ്റ് ആണെങ്കിൽ രണ്ടിനും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും. ഇനി ബേസിസിനകത്തെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെയാണ് ഡയമെൻഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഓരോന്നിൻ്റെ Rnൻ്റെ ഡയമെൻഷൻ n ആണ്. സെറ്റ് ഓഫ് ഓൾ m/n മെട്രിക്സിൻ്റെ ഡയമെൻഷൻ mn ആണ്. പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-ൻ്റെ ഡയമെൻഷൻ n+1 ആണ്. അപ്പോൾ അതിൻ്റെ ബേസിസ് എന്താണ് എന്നൊക്കെ ചോദിക്കും. പിന്നെ നമുക്കൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ബേസിസ് ആക്കാം. പിന്നെ വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്നാണ്. n എലമെൻ്റ് ഉള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എപ്പോഴും ബേസിസ് ആകും. മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ബേസിസ് ആണ്, മിനിമൽ സ്പാനിങ് സെറ്റും ബേസിസ് ആണ്. ആ കാര്യം ഓർത്തോണം. ഇനി വി എന്ന് പറയുന്ന ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് ആണ്. ഡബ്ല്യു എന്ന് പറയുന്ന വിയുടെ സബ് സ്പേസ് ആണെങ്കിൽ ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിയുടെ ഡയമെൻഷൻ ആയിരിക്കും. ചിലപ്പോൾ ഈക്വൽ ആകാം. R3യുടെ സബ് സ്പേസ് സീറോ സബ് സ്പേസ് ലൈൻ ത്രൂ ഒറിജിൻസ് പ്ലെയിൻ ത്രൂ ഒറിജിന് R3 ഇറ്റ്സെൽഫ്. അങ്ങനെ നമുക്ക് പറയാം. ചാപ്റ്റർ 6 ലീനിയർ മാപ്പിംഗ്. ലീനിയർ മാപ്പിംഗ് അഥവാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വിയും ഡബ്ല്യുവും രണ്ട് വെക്ടർ സ്പേസ് ആണ് ഓവർ സെയിം ഫീൽഡ് എഫ്. അങ്ങനെയാണെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു മാപ്പിംഗ് എഫ് ഫ്രം വി ടു ഡബ്ല്യു ആണ്. രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഒന്നാമത്തെ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എന്നും, എഫ് ഓഫ് ലാംഡ എക്സിനെ നമുക്ക് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ്, വേർ എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് പിയും ലാംഡ എലമെൻറ്റ് ഓഫ് എഫ്. ഇനി എഫ് ഫ്രം വി ടു ഡബ്ല്യു ആണെങ്കിൽ വിനെ നമ്മൾ ഡിപ്പാർച്ചർ സ്പേസ് എന്നും ഡബ്ല്യുവിനെ നമ്മൾ അറൈവൽ സ്പേസ് എന്നും വിളിക്കുന്നു. അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കണം. പിന്നെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. സീറോയുടെ ഇമേജ് എപ്പോഴും സീറോ ആയിരിക്കും. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇനി എന്താ ഡയറക്റ്റ് ഇമേജ്, ഇൻവേഴ്സ് ഇമേജ്, അതായത് എക്സിന്ന് വൈയിലേക്ക് ഡയറക്റ്റ് തിരിച്ചാണെങ്കിൽ ഇൻവേഴ്സ് ഇമേജ് എന്ന് നമ്മൾ പറയും. പിന്നെ ഇമേജ് അഥവാ റേഞ്ച് എന്താണ്? കേർണൽ അഥവാ നൾ സ്പേസ് എന്താണ്? അതായത് കേർണൽ എന്ന് വെച്ചാൽ സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷൻ. അതായത് വി ടു ഡബ്ല്യു അല്ലേ, അപ്പോൾ ഡബ്ല്യുവിനകത്ത് ഒരു ഐഡൻറ്റിറ്റി കാണുമല്ലോ, ആ ഐഡൻറ്റിറ്റിയിലോട്ട് മാപ്പ് ചെയ്യുന്ന വിക്കകത്ത് എലമെൻസിൻ്റെ കളക്ഷനെയാണ് കേർണൽ എന്ന് വിളിക്കുന്നത്. ഇനി വിക്കകത്ത് എലമെൻസിൻ്റെ ഇമേജസ് ആയിട്ട് വരുമല്ലോ, ആ ഇമേജസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കളക്ഷനെയാണ് ഇമേജ് അഥവാ റേഞ്ച് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. സൊല്യൂഷൻ സ്പേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാം. പിന്നെ ഇൻജക്ഷനും സർജക്ഷനും ബൈജക്ഷനും. 1-1 ആണെങ്കിൽ ഇൻജക്ഷൻ, ഓൺ ടു ആണെങ്കിൽ സർജക്ഷൻ, 1-1 ആൻഡ് ഓൺ ടു ആണെങ്കിൽ രണ്ടും കൂടെ ആകുമ്പോൾ ബൈജക്ഷൻ എന്ന് പറയുന്നു. എ ലീനിയർ മാപ്പിംഗ് എഫ് ഫ്രം വി ടു ഡബ്ല്യു ഈസ് സർജക്റ്റീവ് ഇഫ് ഇമേജ് ഓഫ് എഫ് ഈക്വൽ ടു ഡബ്ല്യു. ഇനി ഇൻജക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും ഇഫ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് വൈ വെൻ എവർ എക്സ് നോട്ട് ഈക്വൽ ടു വൈ. ഓക്കെ. ഇനി Rnൽ നിന്ന് ആറിലേക്കുള്ള ഒരു മാപ്പ് ith പ്രൊജക്ഷൻ, അത് സർജക്ഷൻ ആണ്, പക്ഷേ ഇൻജക്ഷൻ അല്ല. ഇനി R2ൽ നിന്ന് R3യിലേക്കുള്ള ഒരു ഫങ്ഷൻ, അത് ഇൻജക്ഷൻ ആണ്, സർജക്ഷൻ അല്ല. ഇനി ഡിഫറൻസിയേഷൻ മാപ്പ് എന്ന് പറയുന്നത് ഇൻജക്ഷനും അല്ല സർജക്ഷനും അല്ല. എക്സാമ്പിൾസ് പഠിച്ചോണേ. ഇനി ഫോളോയിങ് കണ്ടീഷൻ ആർ ഇക്വലൻ്റ്. എഫ് ഫ്രം വി ടു ഡബ്ല്യു ലീനിയർ, എഫ് ഇൻജക്റ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താ കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് സെറ്റ് സീറോ മാത്രമായിരിക്കും. ഇനി റാങ്ക് എന്താണ്, നള്ളിറ്റി എന്താണ്? ഇമേജ് ഓഫ് എഫിൻ്റെ ഡയമെൻഷനെയാണ് റാങ്ക് എന്ന് വിളിക്കുന്നത്, കേർണലിൻ്റെ ഡയമെൻഷനെയാണ് നള്ളിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി റാങ്ക് പ്ലസ് നള്ളിറ്റി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ഡിപ്പാർച്ചർ സ്പേസ് ആയിരിക്കും.
ഡയമെൻഷൻ തിയറം എന്ന് പറയുന്ന തിയറം ഉണ്ട്. വിയും ഡബ്ല്യൂയും വെക്ടർ സ്പേസ് ആണ്, ഫൈനൈറ്റ് ഡയമെൻഷൻ ആണ്, സെയിം ഫീൽഡാണ്. എഫ് ഫ്രം വി ടു ഡബ്ല്യു ലീനിയർ ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് വിയെ നമുക്ക് ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എഫ് പ്ലസ് ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ്, അതായത് ഡയമെൻഷൻ ഓഫ് വി ഈസ് ഇക്വൽ ടു റാങ്ക് പ്ലസ് നള്ളിറ്റി എന്ന് പറയാൻ സാധിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചോണം. ഇനി എഫ് വിയും ഡബ്ല്യു രണ്ട് വെക്ടർ സ്പേസ് ആണ്, ഡയമെൻഷൻ n ആണ്, ഓവർ ഫീൽഡ് എഫ്. എഫ് ഫ്രം വി ടു ഡബ്ല്യു ലീനിയർ, അങ്ങനെയാണെങ്കിൽ ഫോളോയിങ് ആർ ഇക്വലന്റ്: എഫ് ഇൻജക്റ്റീവ്, എഫ് സബ്ജക്റ്റീവ്, എഫ് ബൈജക്റ്റീവ്. പിന്നെ എഫ് ക്യാരീസ് ബേസിസ് ടു ബേസിസ്, അത് പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറം. ഇനി ബൈജക്റ്റീവ് ലീനിയർ മാപ്പിനെ ലീനിയർ ഐസോമോർഫിസം അഥവാ ഐസോമോർഫിസം എന്ന് വിളിക്കും. അതായത് ലീനിയർ മാപ്പിക്ക് ഈ 1 1 ഓൺ 2 ആകുമ്പോൾ നമ്മൾ ലീനിയർ ഐസോമോർഫിസം എന്ന് വിളിക്കുന്നു. ഇനി വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ വി ഈസ് ഐസോമോർഫിക് ടു എഫ് എൻ. ഇനി വിയും ഡബ്ല്യു രണ്ടിനും സെയിം ബേസിസ് ആണെങ്കിൽ അത് രണ്ടും ഐസോമോർഫിക് ആയിരിക്കും. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അത് പഠിക്കണം. A linear mapping is completely and uniquely determined by its action on a basis. പിന്നെ അടുത്ത ചാപ്റ്ററിനകത്ത് മെട്രിക്സ് കണക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഓർഡേർഡ് ബേസിസ്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ എങ്ങനെ മെട്രിക്സ് ആക്കാം, മെട്രിക്സിനെ എങ്ങനെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആക്കാമെന്ന് വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ ഈ ചാപ്റ്ററിനകത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെട്രിക്സ് എങ്ങനെയാണ്, മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, റിലേറ്റീവ് ടു ദ ബേസിസ് മാറുന്നതനുസരിച്ച് മെട്രിക്സ് മാറും. ട്രാൻസിഷൻ മെട്രിക്സ്, അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം, ട്രാൻസിഷൻ മെട്രിക്സ്. പിന്നെ സിമിലർ മെട്രിക്സ് എന്താണ്, എ ആൻഡ് ബി ആർ സിമിലർ, രണ്ട് മെട്രിക്സ് ആണ്. ബി ഈസ് സിമിലർ ടു എ ഇഫ് there is an invertible matrix P such that B is equal to P inverse AP. സിമിലർ മെട്രിക്സിന് സെയിം റാങ്ക് ആയിരിക്കും, ആ കാര്യം ഓർത്ത് വെച്ചോണം. ചാപ്റ്റർ 9 എയ്ഗൻ വാല്യൂസ് ആൻഡ് എയ്ഗൻ വെക്ടേഴ്സ്. അപ്പോൾ എയ്ഗൻ വാല്യൂവിൻ്റെ മറ്റൊരു പേരാണ് ലേറ്റൻറ്റ് വാല്യൂ, എയ്ഗൻ വെക്ടറിൻ്റെ വേറൊരു പേരാണ് ലേറ്റൻറ്റ് വെക്ടർ. ബൈ എ എയ്ഗൻ വാല്യൂ ഓഫ് എ we mean a scalar lambda for which there exists a non-zero n by 1 matrix x such that ax is equal to lambda x. അപ്പോൾ ax is equal to lambda x, ലാംഡ നോൺ സീറോ, സോറി എക്സ് നോൺ സീറോ ആണ്, അതിലെ ലാംഡയാണ് എയ്ഗൻ വാല്യൂ എന്നും എക്സിനെ നമ്മൾ എയ്ഗൻ വെക്ടർ അസോസിയേറ്റ് വിത്ത് ലാംഡ എന്ന് പറയും. അപ്പോൾ എയ്ഗൻ വെക്ടേഴ്സ് നോൺ സീറോ ആയിരിക്കും. ഇനി നോക്കി, എ സ്കെയിലർ ലാംഡ ഈസ് ആൻ എയ്ഗൻ വാല്യൂ ഓഫ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു സീറോ. സിമിലർ മെട്രിക്സിന് സെയിം റാങ്ക് ആണ്, അതേപോലെ തന്നെ സെയിം എയ്ഗൻ വാല്യൂസും ആണ്. ഇനി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒക്കെ വെച്ചാൽ എന്താണ്, എ ഒരു മെട്രിക്സ് ആണെങ്കിൽ, സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ, ഇവിടെ നമ്മൾ സ്ക്വയർ മെട്രിക്സിൻ്റെ കാര്യം പറയത്തുള്ളേ. അപ്പോൾ എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ എ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനും ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു സീറോയെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും എന്ന് വിളിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്താണ്, ഇ ലാംഡയുടെ ഡയമെൻഷൻ, എയ്ഗൻ സ്പേസ് ഇ ലാംഡയുടെ ഡയമെൻഷനെയാണ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് വിളിക്കുന്നത്. ഇ ലാംഡ അഥവാ എയ്ഗൻ സ്പേസ് എന്ന് വെച്ചാൽ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് എയ്ഗൻ വെക്ടേഴ്സ് ഇല്ലേ, അതും ടുഗദർ വിത്ത് സീറോ, ആ സബ് സ്പേസ് ആണ് എയ്ഗൻ സ്പേസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡയമെൻഷനെയാണ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഉണ്ട്, ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഉണ്ട്. ഇനി എയ്ഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഡിസ്റ്റിങ്ക്ട് എയ്ഗൻ വാല്യൂസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇനി എഫ് ഫ്രം വി ടു വി ഡയഗണൈസബിൾ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, ഇഫ് ദെയർ ഈസ് ആൻ ഓർഡേർഡ് ബേസിസ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ മെട്രിക്സ് ഈസ് എ ഡയഗണൽ മെട്രിക്സ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് തിയറംസ് കുറേ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് ഡയഗണൈസബിളിൻ്റെ.
അത് ശരിക്കും പഠിക്കണം. നേരത്തെയൊക്കെ ഇതൊരു പ്രോബ്ലം ഓറിയൻറ്റഡ് പേപ്പർ ആണെങ്കിലും ഇപ്പം കുറേ തിയറംസ് ഉണ്ട് പുതിയ സിലബസിൽ. അപ്പം അത് പഠിക്കണം. പ്രോബ്ലംസും ഉണ്ട്, അതും ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ ലീനിയർ ഓൾജിബ്ര നമുക്ക് പരീക്ഷയ്ക്ക് ശരിക്കും എഴുതാൻ പറ്റത്തുള്ളൂ. ട്രയൽ ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ചാൽ ഡയഗണലും ആ ഡയഗണലിൻ്റെ മുകളിലുള്ളതും ഡയഗണലിന് തൊട്ട് താഴെയുള്ള അങ്ങനെ 3 എണ്ണം കംപ്ലീറ്റ് അതല്ലാത്ത എലമെൻറ്റ്സ് എല്ലാം 0. ആ 3 ഡയഗണൽ അല്ലാത്തതെല്ലാം 0 ആകുന്നതിനെയാണ് ട്രയൽ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ലീനിയർ ഓൾജിബ്രയ്ക്കകത്തെ ഒരു റിവിഷൻ പോലെ മെയിൻ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിക്കണം, പ്രൂഫൊക്കെ എഴുതി പഠിക്കണം, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷ എഴുതണം.